ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാൻ ഇന്നുള്ളത് കോറോമിലാണ് കേട്ടോ. കോറോമിലേക്ക് വർക്കിന് വന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേറൊരു സൈറ്റിലായിരുന്നു വർക്ക്. അപ്പോൾ അത് കാരണം വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. വേണ്ട കോലം കണ്ട ഉച്ചക്ക് ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. വർക്കും കഴിഞ്ഞ് വേറൊരു സൈറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഫിനിഷാക്കി അത് കഴിഞ്ഞ പാടെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞതപ്പോൾ ഇവിടെ എത്തി, സൈറ്റിൽ പോയി അവിടുന്ന് കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ചതാ വീട്ടിൽ, അതായത് റൂമിലേക്ക് എത്തി. നമ്മൾ ഇതിന് മുമ്പ് നിന്ന റൂമിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ റൂമിലേക്ക് വന്ന് ഇപ്പോൾ റൂമിലുണ്ട്. നമുക്ക് റൂമിൻ്റെ ഭാഗത്തുള്ള ചെറിയ വീഡിയോ, ഇന്നത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല അടിപൊളി ലുക്കായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല വാഴത്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമുക്ക് റൂം. ഇവിടെയാണ് ഇന്ന് ഞാൻ താമസിക്കുന്നത്. ഈ സ്ഥലം ഏതാന്നുള്ളതും എന്താണ് കാര്യങ്ങളെന്നുള്ളതും നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ടുള്ള ഈ ലൊക്കേഷനും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഏകദേശം അറിയുന്ന കാര്യങ്ങളാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റൂമിലാണുള്ളത്. ഇപ്പോൾ കുക്കിങ്ങിനുള്ള പരിപാടിയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ തക്കാളി അരിയാനുണ്ട്, ഉള്ളി പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചോറ് ഇത് അടുപ്പത്ത് വേവുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. മുത്തുപണ്ടി, നീ എന്ത് ചെയ്യുന്നു? എഴുതാ? എന്ത് എഴുതുന്ന കണക്കോ? അപ്പോൾ ഓക്കെ, ഇത് നമ്മള് വർക്കറാണ് കേട്ടോ. എവിടെ മുത്തുപണ്ടി സ്ഥലം? നീ എവിടെയാന്നാ ചോദിച്ചേ? നിന്റെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്. തൃശ്ശൂരാണ് കേട്ടോ ആള്. നമ്മള് വർക്ക് എടുക്കുന്ന ചെക്കൻ്റെ ഏട്ടനാണ്. നല്ല അടിപൊളി ലുക്കായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് അറിയാം കാണാൻ. രാവിലെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ കഴിയുക. എന്തായാലും രാവിലെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫാനുണ്ട്. സംഭവം ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അതൊന്ന് വർക്ക് ചെയ്യിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ. ഇത് വർക്ക് ചെയ്യുന്നില്ല. എന്താണ് ഇത് സംഭവം എന്നുള്ളത് അറിയില്ല. ഇതിപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ബട്ടൺ മാത്രമാണ് ഇതിലുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ ഇതിലില്ല. അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ച് അതൊന്ന് സർവീസ് ചെയ്ത് അതൊന്ന് റെഡിയാക്കണം. അവരെ വിളിക്കാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ താഴേക്ക് വയ്ക്കണം. ഞങ്ങൾ 4 ആളാണ് ഉള്ളത്. 4 വർക്കേഴ്സ് ഉണ്ട്. 4 ആളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ, കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. കോലം കെട്ടിക്കണം കേട്ടോ ഒന്നായിട്ട്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുളിച്ച് മാറ്റി ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ എത്തി. ഇപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. താടി മീശ ഒന്നും ഷേപ്പ് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല. ഇനിയിപ്പോൾ നോമ്പായിട്ട് വേണം. നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ ആ സമയത്താണ് ഞാൻ ഇവിടുന്ന് പോവുക. മിക്കവാറും ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും ഞാൻ ഇവിടുന്ന് പോവുക. അപ്പം അതുവരെ ഈ ഒരു കൂറക്കിലേക്ക് ഉണ്ടാവുക. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ വാച്ച് ചെയ്യാം. അപ്പോളേ നമ്മളിന്ന് ചിക്കനാണ് കേട്ടോ കറി. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള ബാക്കി ഐറ്റംസ് ആണ് ഈ കാണുന്നത്. അപ്പം ഇനി ചിക്കൻ ഇതപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതിവിടെ ഫാമിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. നമ്മൾ ഹൗസ് ഓണർ, അതായത് ബിൽഡിങ്ങിൻ്റെ ഓണറാണ് നമുക്കിത് കൊണ്ടു തന്നത്. നമുക്കിവിടെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് മൂപ്പര് നമുക്കിത് കൊണ്ടു തന്നതാണ്. അപ്പം ഇന്ന് രാത്രിക്കത്തെ ഫുഡും നാളെ രാവിലെ പൊലിച്ചൊക്കെ എനിക്ക് കഴിക്കാനുള്ള ഫുഡുമാണിത്. നാളെ വർക്കാണെങ്കിലും ഞാൻ നോമ്പെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഇവിടെ റൂമിലാണല്ലേ, റൂമൊക്കെ കിട്ടി. ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കുക. ചിക്കൻ കറി ഉണ്ട്, ചോറുണ്ടാക്കി, ചോറ് വന്ന് സാധാ ചോറ് അല്ലാണ്ടെന്താ. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മനസ്സിതി? ആരാ വർത്താനം പറഞ്ഞു?
ആരോ വർത്താനം പറയുന്നേക്കുന്നത്? ഇവിടെ ഞാൻ വിളിക്കണ്ട, ഞാൻ കറി വെച്ചോണ്ടിരിക്കാം. ഉമ്മച്ചി വിളിച്ചാണട്ടാ. ഇപ്പൊ നമ്മളെവിടെ പോയാലും വേറെ ആർക്കും എന്ത് ചോദിക്കാനില്ല, ഒരു ഉമ്മാക്ക് വിളിക്കാനും ചോദിക്കാനും ഉണ്ടാവും അല്ലെ? സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. സംഭവം സെറ്റായി കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തക്കാളി ഇടാനുണ്ട്. ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ നല്ല തിളച്ച് വരാനുള്ള സമയമാണ്. മസാല കടിയിലുണ്ട്. ഞാനൊന്ന് ഇളക്കട്ടെ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അത് കാരണം തന്നെ ഇളക്കാനും പൊക്കാനും താഴ്ത്താനും ഒക്കെ ഞാൻ തന്നെയാണ്. എന്തായാലും ഫുഡൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇതാരും മൈൻഡാക്കണ്ട സംഭവം. ഇതൊക്കെ ഞാൻ സാനിറ്റൈസർ ഇട്ട് വാഷ് ചെയ്താണ് കേട്ടോ. സോപ്പ് കൂടിയൊക്കെ ഇട്ട് കഴിയൊക്കെയാണ്. റമ്മാണ് മറ്റേ സാധനമാണെന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കില്ല. സാധനം അതിലുള്ള ഓയിലാണ്. അതൊക്കെ നല്ലോണം മാറ്റിയിടണം. അതിന് ശേഷമാണ് കുക്കിംഗ് തുടങ്ങിയത്. നല്ല തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കറി ഉണ്ടെങ്കിലായിരുന്നു മൂടിക്കട്ടെ. അതൊക്കെ സെറ്റായി വരുന്നുണ്ട്. ചിക്കൻ കറി ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റായി. ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉണ്ടാവും. ഇപ്പൊ ഭക്ഷണം കഴിച്ച് കിടന്ന് ഇനി പൊലിച്ചൊക്കെ എനിക്ക് എണീക്കും വേണം. സമയം അധികം ഒന്നും ആയിട്ടില്ല, വളരെ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. 9:25. എല്ലാം സെറ്റായി. ഭക്ഷണം കഴിക്കുക, കിടക്കുക. ഇനി അതാണ് അടുത്ത പരിപാടി. അധികം വീഡിയോ ഒന്നും ഇനി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ സൈറ്റ് പോയിട്ട് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം നല്ല തിരക്കാണ്. എന്താണ് നാളെ സൈറ്റ് പോയാലുള്ള സ്ഥിതി, നാളെ സൈറ്റ് പോയാൽ എത്തിയാലേ അറിയുള്ളൂ. അപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. വല്യമ്മ അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഒരു മാറ്റവും ഞാനിന്ന് വരുന്നത് വരെ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം എല്ലാവരും ഉമ്മാക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക, എനിക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുക. ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ട ചീനച്ചട്ടിയിലാണ് ചോറ് കഴിക്കുന്നത്. വേറൊന്നുമല്ല, പ്ലേറ്റ് എല്ലാം ഞങ്ങൾക്ക് രാവിലെ വാങ്ങണം. ഉള്ള പ്ലേറ്റിലല്ലോ എല്ലാവരും ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി പൊലിച്ച് രാവിലെ എണീക്കണം. 4 മണിയാകുമ്പോഴത്തേക്ക് എണീച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് ഇൻഷാല്ലാ വീണ്ടും രാവിലെ എണീച്ച് വർക്കിനെല്ലാം പോകണം. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഷോർട്ട്. ബൈ ബൈ. അസ്സലാമു അലൈക്കും.